ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണിയ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും പാണിയ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നതിനാൽ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നതിനാൽ. ഒന്നീടും തന്നിടമെന്നിയ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ, താൻ മതിയാ. ഒന്നീടും തന്നിടമെന്നിയ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ, താൻ മതിയാ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം വീക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം വീക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മാനുഷാത്മാവല്ലാതെ മനുഷ്യരിൽ ആരെ അറിയും?
ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഒരു ആത്മീയൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാര്? കർത്താവിന് വല്ലതും മനസ്സിലാക്കി കൊടുക്കാൻ, അവനെ ഗ്രഹിപ്പിക്കാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ആരുണ്ട്? ആരുമില്ല. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. നാം ചിന്തിച്ചു വന്ന വേദഭാഗം നല്ല മനസാക്ഷി എന്നുള്ളതാണ്. നല്ല മനസ്സ്, ക്ലിയർ മൈൻഡ്, എ പ്യുവർ മൈൻഡ്. നല്ല മനസാക്ഷി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അതായിരിക്കുന്നത് പോലെ തന്നെ ഗ്രഹിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നവനാണ്. ടു ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്. എ ഗുഡ് മൈൻഡ്, എ ക്ലിയർ മൈൻഡ് ടു ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്. 2, ആ വചനം ഗ്രഹിക്കുന്നവനാണ്, അത് ഉൾക്കൊള്ളുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം അതേ ആത്മാവിൽ ഉൾക്കൊള്ളുന്നവനാണ്. അതാണ് നല്ല മനസാക്ഷി. 3-ാമത്തെ കാര്യം, നല്ല മനസാക്ഷി ദൈവവചനം അതേ ആത്മാവിൽ അനുസരിക്കുന്നവനാണ്. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് നാം ചിന്തിച്ചു കഴിഞ്ഞ ഭാഗമാണ്. ഇത് ആർക്ക് സാധിക്കും? ആർക്കാണ് ഇത് സാധിക്കുക? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ അടുക്കൽ ഇരിക്കണം എന്നുള്ള വിചാരത്തോടെയാണ്. ആ യേഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത്, യഥാർത്ഥമായ അറിവ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയേ ആയിരുന്നത്. എന്താണ് ദൈവവചനം? ദൈവവചനം എന്നത് മനുഷ്യൻ്റെ ബുദ്ധിയല്ല, മനുഷ്യൻ്റെ ജ്ഞാനമല്ല. അപ്പോസ്തലൻ പറയാണ്, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളൊന്നും വചനമല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം, അതാണ് ദൈവവചനം. ദൈവാത്മാവിൻ്റെ ശക്തി. സ്തോത്രം. അപ്പോൾ ആ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് പാപബോധം കിട്ടുന്നത്. ഞാനൊരു മഹാപാപിയാണെന്നൊരു ബോധം നമുക്ക് കിട്ടുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ അഗ്നിജ്വാലക്കെടുത്ത കണ്ണുള്ള ദൈവം, തൻ്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം, അതിപരിശുദ്ധനായ ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആര്? എൻ്റെ ബലഹീനതയും എൻ്റെ പാപവും ആ ദൈവസന്നിധിയിൽ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് വെളിപ്പെടും. അതാണ് പാപബോധം. പരിശുദ്ധാത്മാവിൻ്റെ വചനമാണോ തിരിച്ചറിയാനുള്ള മാർഗം? പാപബോധം കിട്ടുമെന്നുള്ളതാണ്. പാപബോധം. ദൈവത്തിന് സ്തോത്രം. ആ പാപബോധം കിട്ടിക്കഴിയുമ്പോൾ നാം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങും, കണ്ണുനീരൊഴുകാൻ തുടങ്ങും. ആത്മാവിൻ്റെ വചനമാണെങ്കിൽ കണ്ണുനീരൊഴുകും. എൻ്റെ കർത്താവേ, ഈ നിത്യപരിശുദ്ധനായ ദൈവം, അവൻ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് മനസ്സിലാകും. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ലാത്ത വലിയ അത്ഭുതകരമായ അനുഗ്രഹങ്ങളും കൃപയുമാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഇതൊരുക്കിയിട്ടുള്ളത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഈ വലിയ കൃപ. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഹാസ് ഗിവൺ us ഹിസ് സ്പിരിറ്റ്.
to tell us about the wonderful free gifts of grace and blessing that God has given us. The free gift of grace and blessing that God has given us. വലിയ കൃപ, ഗ്രേസ്, വലിയ കൃപ, വലിയ അനുഗ്രഹം. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഗോഡ് ഹാസ് ഗിവൺ അസ് ഹിസ് സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. ആ ആത്മാവാണ് സംസാരിക്കുന്നത്. ആ ആത്മാവ് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോഴാണ് ഈ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതായ വലിയ കൃപകളും വലിയ ദാനങ്ങളും അനുഗ്രഹങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ബലഹീനനായ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു മഹാഭാഗ്യമാണത്. ഈ ലോകം നശ്വരമാണെന്നും ഈ ലോകത്തിൽ ഒന്നും ആശ്രയിക്കാനില്ലെന്നും ഈ ലോകത്ത് ആരെയും ആശ്രയിക്കാനില്ലെന്നും ഈ ലോകത്ത് ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനില്ലെന്നും, പ്രിയപ്പെട്ടവരെ, എല്ലാവരും മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. മനുഷ്യർ മാറിപ്പോകും. ഇന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മാറിപ്പോകും. കൂട്ടായ്മക്കാർ മാറിപ്പോകും. സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ മാറിപ്പോകും. എല്ലാം നടക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ മാറിപ്പോകാത്തവൻ എൻ്റെ യേശു മാത്രം. മാറ്റമില്ലാത്ത എൻ്റെ യേശു മാത്രം. യേശു മാത്രം. അവനെന്നെ സ്നേഹിക്കുന്നു. അവനെന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം ഉളവായി വരണമെങ്കിലുള്ള ഒരു വ്യവസ്ഥയാണ് നാം ഈ പറഞ്ഞു വരുന്നത്. നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. ദൈവസ്നേഹം ഉളവാകണമെങ്കിൽ ഈ നല്ല മനസ്സാക്ഷി വേണം. വചനം കൈക്കൊള്ളാനും സ്വീകരിക്കാനും അതനുസരിക്കാനുമുള്ള മനസ്സാക്ഷി വേണം. ഒരു ശുദ്ധമായ ഹൃദയം വേണം. നിർവ്യാജമായൊരു വിശ്വാസം വേണം. എൻ്റെ യേശു നിർവ്യാജമായൊരു വിശ്വാസം. ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള വ്യക്തിപരമായൊരു സ്നേഹബന്ധം. എന്താണ് ആ സ്നേഹം? എന്താണ് ആ ബന്ധം? പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. എൻ്റെ പ്രിയപ്പെട്ടവരാരും എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. എൻ്റെ മക്കളോ എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ കൂട്ടായ്മക്കാരോ ആരും എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ, എന്നെ വീണ്ടെടുത്തവൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, നിത്യ നരകത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ. എനിക്ക് നിത്യമായ സ്വർഗം തരാൻ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുള്ള നിത്യഭവനം, അതിനെക്കുറിച്ച് സ്വപ്നം കാണാനും ആ ഭവനത്തിൽ ചെന്നെത്തണമെന്നുള്ളതായ വലിയൊരു അന്തർദാഹം തരുവാനും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ദാനമാണ്. അതെൻ്റെ ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ഭവനം, സ്വർഗരാജ്യത്തിൽ തന്നെ എനിക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് വിശ്വസിക്കാനൊരു കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു നല്ല മനസാക്ഷിയിൽ ആ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കാനൊരു ഹൃദയം തന്നു. ദൈവത്തിന് സ്തോത്രം. നിർവ്യാജമായൊരു വിശ്വാസം തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്ത് ആരെയും നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്, ഒരു മനുഷ്യനെയുമല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ യേശു അവൻ്റെ മുഖത്തു നിന്ന് കണ്ണു മാറാതിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. മരണം വരെയും അല്ല, മരണനാഴികയിലും എൻ്റെ കർത്താവേ, തിരുമുഖം മറയരുതേ. നിൻ്റെ പൊന്നുകരം എന്നെ പിടിച്ചുകൊള്ളണേ കർത്താവേ. ആ പൊന്നുകരത്തിൻ്റെ തലോടത അനുഭവിച്ചുകൊണ്ട്, നിൻ്റെ പൊന്നുകരം എന്നെ പിടിച്ചിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ട്, എൻ്റെ യേശുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് അനുഭവിച്ചുകൊണ്ട്, സ്വർഗീയ മാലാഖമാരുടെ ഗണഗണമായി എൻ്റെ ചുറ്റും വന്നു നിൽക്കുന്നത് കണ്ടുകൊണ്ട്, എൻ്റെ കർത്താവേ, നിന്നെ ആർത്തുപാടിയ മാലാഖമാരോടൊത്ത് സ്തുതിച്ചുകൊണ്ട്, ഹല്ലേലൂയ ഗീതം പാടിക്കൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് പറന്നുയർന്നു വരണമെന്ന് മാത്രമാണ് കർത്താവേ എൻ്റെ കൊതിയും എൻ്റെ ആശയും. ദൈവത്തിന് സ്തോത്രം. അതിന് ഈ ലോകത്ത് ഒന്നും തടസ്സമല്ല പ്രിയപ്പെട്ടവരെ. എല്ലാം മാറിപ്പോകും, മനുഷ്യരൊക്കെ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ആശ വെച്ചവരും സ്നേഹിച്ചവരും എല്ലാം മാറിപ്പോകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു മാറുകയില്ല. അവൻ നമ്മെ പിടിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഹൃദയത്തിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാത്മാവുണ്ടോ? എൻ്റെ യേശു മാറിപ്പോവുകയില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെയുള്ളവർക്കാണ് ഈ മഹാദാനങ്ങൾ കർത്താവ് ഒരുക്കിയിട്ടുള്ളത്. ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ് that God has given us. പ്രിയപ്പെട്ടവരെ, അതറിയാനുള്ള കൃപ കിട്ടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഒരു ദൈവവേദൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്. അത് അവന് അങ്ങനെ ഒരു ഹൃദയം കിട്ടണമെങ്കിൽ, അങ്ങനെ ഒരു ആത്മാവിനെ കിട്ടണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. ദൈവത്തോട് ഉള്ളത്തിലൊരു സ്നേഹം അങ്കുരിക്കണം. യേശുവിനോടൊത്ത് ജീവിക്കണം എന്നൊരു ആഗ്രഹം വരണം. ദൈവത്തിന് സ്തോത്രം.
അതാണ് ഈ വചനത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. സ്വർഗീയമായ വചനം, ആത്മാവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, അത് ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കാനുള്ളതല്ല. എന്നാൽ ആത്മാർത്ഥമായ ഹൃദയത്തോടെ ശുദ്ധ മനസ്സാക്ഷിയിൽ ആ വചനം കേൾക്കുകയും ശുദ്ധ മനസ്സാക്ഷിയിൽ അത് വെച്ചുകൊള്ളുകയും ചെയ്യുന്നവൻ, അവന് ഈ അനുഭവങ്ങളെല്ലാം കിട്ടും. മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വാക്കുകളല്ല വേണ്ടത്, മാനുഷജ്ഞാനമല്ല വേണ്ടത്. ഒരു മനുഷ്യൻ്റെയും ജ്ഞാനം ഉച്ചരിച്ചാൽ വചനമാകുകയില്ല. എന്നാൽ ആത്മാവ് ഉപദേശിക്കുന്ന വചനം, പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ അത് പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്. എന്നാൽ ഇത് കൈക്കൊള്ളാത്തവരാരാണ്? ഇതിനെ ഇഷ്ടമല്ലാത്തവരാരാണ്? അവർ പ്രാകൃത മനുഷ്യരാണ്. പ്രാകൃത മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ദ നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ. അവനിത് ആവശ്യമില്ല. അവൻ ആകെ ഒന്നറിയാം, പാവം മാത്രം അറിയാം. ഈ ലോകത്തിൽ സുഖിച്ച് ജീവിച്ച് പൊളച്ച് ജീവിക്കണം. മൃഗീയന്മാരെ, ഒരു മൃഗത്തെ പോലെ അല്ല, അവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം. ഇത് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവർ. അതാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. നാം അത് കൈക്കൊള്ളുന്നില്ലെങ്കിൽ, ദൈവവചനം കൈക്കൊള്ളുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവർ ഓർത്തുകൊള്ളണം, ഞാനൊരു പ്രാകൃതനാണ്. ദൈവദൃഷ്ടിയിൽ പ്രാകൃത മനുഷ്യൻ, പാവം ഉപേക്ഷിക്കാത്തവൻ, സ്വന്തം തോന്നിയാസം ജീവിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. അവന് ശരീരത്തിൻ്റെ ആ സുഖങ്ങളിലും സൗകര്യങ്ങളിലും അശുദ്ധിയിലും എല്ലാം സുഖിച്ച് പൊളച്ച് ജീവിക്കണമെന്ന ഒറ്റ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. അത് അങ്ങനെയുള്ളവർക്ക് ദൈവവചനം പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയനോ സകലവും വിവേചിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാമോ ദൈവത്തിൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കാലം അത്രയും ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം ബഹുമാനപ്പെട്ട യോഹന്നാൻ നാവിൽ കൂടെയും, ദൈവമേ എൻ്റെ കർത്താവേ നീ അഭിഷേകം ചെയ്ത മക്കളിൽ കൂടെയെല്ലാം എൻ്റെ കർത്താവിൻ്റെ വചനം കിട്ടിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിൽ ലഭിച്ചത് എന്ത് വലിയ നിധിയാണ് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടത്. അതുകൊണ്ടാണ് എൻ്റെ യേശുവിൻ്റെ ക്രൂസിലേക്ക് നോക്കാൻ എന്നെ ദൈവം പഠിപ്പിച്ചത്. അതാണ് ക്രൂസിൽ നിർവഹിച്ചതായ ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കൃപ തന്നത്. അതാണ് ക്രൂസിൻ ചൂട്ടിൽ നെടുമ്പാട് വീണ് എന്നെ സമർപ്പിക്കാൻ ദൈവം കൃപ തന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, 15-14 മുതൽ 15. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്നിനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത്, പിതാവിൽ നിന്ന് പ്രാപിച്ചതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ദൈവമേ, നിങ്ങളെ സ്നേഹിതന്മാരെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറയുകയാണ്, തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരായി, നിങ്ങളെൻ്റെ ദാസന്മാരെന്ന് ഞാൻ ഈ പറയുന്നില്ല. കാരണം യജമാനൻ ചെയ്യുന്നതെന്നും ദാസനെ അറിയുന്നില്ല. യജമാൻ്റെ ഇഷ്ടം മുഴുവൻ ദാസനെ അറിയിക്കണമെന്നില്ല. എന്നാൽ യജമാനായ ദൈവത്തിൻ്റെ ഹിതം മുഴുവനും ഞാൻ നിങ്ങളെ അറിയിച്ചു. സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മം, തലമുറകൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിനു മുമ്പേ മറഞ്ഞിരുന്നതായ മർമ്മങ്ങൾ, രക്ഷയുടെ മർമ്മം, നിത്യരക്ഷയുടെ മർമ്മം, നിത്യജീവൻ്റെ മർമ്മം, സ്വർഗത്തിലിരിക്കാനുള്ള ആ മർമ്മം, ഞാനെല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട്, പിതാവാ ദൈവത്തിൻ്റെ ഇഷ്ടം, അവൻ്റെ തിരുഹിതം നിങ്ങൾക്ക് വെളിപ്പെടുത്തി ഞാൻ തന്നതുകൊണ്ട് നിങ്ങളിനി എൻ്റെ സഹോദരന്മാരാണ്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ വചനം കൈക്കൊണ്ടാൽ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ വചനം കൈക്കൊണ്ടാൽ നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീർന്നു. ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ സ്നേഹിതന്മാർ, അവൻ്റെ സഹോദരന്മാരെന്ന് കർത്താവ് പറയും. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ വചനം കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആ വലിയൊരു സൗഹൃദ ബന്ധമാണ്, സ്വന്തം രക്തബന്ധമാണ് കർത്താവ് തന്നത്. കാൽവറിയിൽ ഊറ്റിയ രക്തത്തിൻ്റെ ആ ബന്ധം, ആ രക്തത്തിൻ്റെ വിലയായി ഞാൻ ജീവിക്കുന്നു. ആ രക്തം എന്നെ വീണ്ടെടുത്തു, ആ രക്തം എന്നെ മുദ്രയിട്ടു, ആ രക്തം എന്നെ പുത്രസ്വീകാരത്തിൻ്റെ മുദ്ര തന്നു, ആ രക്തം എന്നെ അവൻ്റെ മകനായി എന്നെ അംഗീകരിച്ചു. ആ തിരുരക്തത്തിൻ്റെ മുദ്ര, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ ദൈവമേ, എന്താണ് വേണ്ടത്? റോമലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർ 11-ന്റെ 33 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ധനം
ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികളെത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാര്? കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാര്? അവന് മന്ത്രിയായിരുന്നവനാര്? അവന് മന്ത്രിയായിരുന്നവനാര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? സകലവും അവനിൽ നിന്നും സകലവും അവനിൽ നിന്നും അവനാലും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. ആകുന്നുവല്ലോ. അവൻ എന്നേക്കും അവൻ മഹത്വം. എന്നേക്കും മഹത്വം. ആമീൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവെന്നവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര പ്രമേയവും ആർക്ക് ഗ്രഹിക്കാനാകുകയില്ല. അവൻ്റെ ന്യായവിധികൾ, അവൻ്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. ദൈവം എത്ര അഗോചരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. എൻ്റെ കർത്താവ് എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്താണ് അവൻ്റെ ഉദ്ദേശം? നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി എൻ്റെ യേശു എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് എൻ്റെ ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്, എന്നാൽ അവനത് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വെളിപ്പെടുത്തി തരും. അവൻ്റെ മനസ്സ് പൊഴിച്ചു തരും. അതാണ് ഈ ശുശ്രൂഷ. യേശുവിൻ്റെ മനസ്സ് പൊഴിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മഹാദാനങ്ങൾ, സ്വർഗീയ അവകാശങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തുകയാണ്. മാത്രമല്ല, അതിനുവേണ്ടി എന്താണ് വഴിയെന്നും കാണിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ എനിക്ക് എത്തുവാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. എൻ്റെ യേശു കാൽവരി ക്രൂസിൽ ആ ചങ്ക് വിളർന്ന് പ്രതിഷ്ഠിച്ചതായ ജീവനുള്ള പുതുവഴി മാത്രമേ സ്വർഗത്തിലേക്ക് നമുക്കുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിന്തിച്ചു. ഒരേ ഒരു വഴി മാത്രം സ്വർഗത്തിലേക്ക്, നിത്യജീവൻ്റെ അവകാശത്തിലേക്ക്. കണ്ണുനീരില്ലാത്ത, എൻ്റെ ദൈവമേ, രോഗങ്ങളില്ലാത്ത, കഷ്ടതകളില്ലാത്ത സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരേ ഒരു യോഗ്യത എൻ്റെ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ ചങ്കിൽ കൂടെ ആ തുറന്നതായ സ്വർഗീയമായ ആ ഹൈവേ, അല്ലാതെ ഹൈവേ അല്ല, അത് ഇടുങ്ങിയ വഴിയാണ്, അത് ഞെരുങ്ങിയ വഴിയാണ്. വളരെ ചുരുക്കം പേർ മാത്രമേ അത് കണ്ടെത്തുകയുള്ളൂ. അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഒരു ദൈവവൈതലിന് അതൊരു ഹൈവേ ആണ്. ഹാലേലൂയ. അവന്, എൻ്റെ ദൈവം, അവൻ്റെ പരിശുദ്ധാത്മാവ് അവനെ പറപ്പിച്ചുകൊണ്ട് അങ്ങ് പോകും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിലേക്ക് പകരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയരെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ സ്വർഗീയമായ അവകാശത്തിനെ യോഗ്യനാക്കണമേ. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ആ തങ്ക തിരുരക്തം ഒരു തുള്ളി എൻ്റെ മേൽ വന്നു വീണ് എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്കൊന്ന് ഊതണമേ കർത്താവേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ കർത്താവേ. എന്നെ നിൻ്റെ പ്രിയമകനാക്കി തീർക്കണമേ. എന്നെ നിൻ്റെ സഹോദരനാക്കി തീർക്കണമേ. എന്നെ നിൻ്റെ സ്നേഹിതനാക്കി തീർക്കണമേ കർത്താവേ. ആ സ്വർഗീയമായ മർമ്മം നിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് 12-ാം അധ്യായം, റോമർ ലേഖനം തന്നെ 12-ാം അധ്യായം വായിക്കാം. അതിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ? ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്വർഗീയ മർമ്മങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, അത് പ്രാപിക്കാനുള്ള വഴി തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ നമ്മെ തന്നെ യാഗമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ യാഗമർപ്പിക്കണം. ദൈവം മനസ്സലിവുള്ളവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് മനസ്സലിവുള്ള പിതാവാണ്. എൻ്റെ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് അർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. നിങ്ങളുടെ ശരീരങ്ങളെ, ബുദ്ധിയുള്ള ആരാധന എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള
ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരു പുതിയ മനസ്സ് പ്രാപിപ്പിൻ. ഒരു മനസ്സൊരുക്കം ഉണ്ടാകട്ടെ, ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകട്ടെ, വചനം കൈക്കൊള്ളാനും നല്ല മനസ്സാക്ഷി ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം മനസ്സിലുള്ള ദൈവം, പ്രിയപ്പെട്ടവരെ, അവൻ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പറയുന്നതെന്ന് ഒന്ന് കേൾക്കാനുള്ള നല്ല മനസ്സാക്ഷി, അതൊന്ന് ശ്രദ്ധിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനുള്ള ഒരു നല്ല മനസ്സാക്ഷി. എന്താണ് ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത്, നമ്മോട് എന്താണ് ചോദിക്കുന്നത്? വേറെ ഒന്നും ചോദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. വേറെ ഒരു യാഗവും ചോദിക്കുന്നില്ല, വേറൊരു വഴിപാടും ചോദിക്കുന്നില്ല, അജമോ മാടോ ചങ്ങാലിയോ ഒന്നും അവൻ ചോദിക്കുന്നില്ല. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, വേറെ വിലയേറിയ ആടോ മാടോ ഒന്നും യാഗം അർപ്പിക്കാൻ പറയുന്നില്ല. നിൻ്റെ പണമോ ഒന്നും എൻ്റെ ദൈവത്തിന് വേണ്ട. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രം അവന് മതി. എൻ്റെ ദൈവമേ, ഒരു താഴ്മയുള്ള നുറുങ്ങിയ ഒരു ഹൃദയം, ഒരു നുറുങ്ങിയ ഹൃദയം, പാവബോധമുള്ളൊരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ആ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ തപ്പാത്തിൽ ചെന്നിരുന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുക്കി. ആ കണ്ണുനീര് കൊണ്ട് തൃപ്പാദം കഴിയപ്പോൾ അരുമനാഥൻ്റെ ഉള്ളം പ്രസാദിച്ചു. അരുമനാഥൻ അവൾക്ക് പാവങ്ങളെല്ലാം മോചിച്ചു കൊടുത്തു. അരുമനാഥൻ അവൾക്ക് നിത്യമായ രക്ഷ കൊടുത്തു. അരുമനാഥൻ അവളോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പൊക്കോ മോളെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സമാധാനം തരും, നിത്യരക്ഷ തരും, അവൻ പാപമോചനം തരും. കണ്ണുനീരുണ്ടോ പ്രിയപ്പെട്ടവരെ, അതുമാത്രമാണ് പോംവഴി. ആ കണ്ണുനീരാണ് എൻ്റെ ദൈവം പ്രസാദിക്കുന്ന യാഗം. അതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് എന്തെങ്കിലും ചൊല്ലിക്കൂട്ടുന്നതല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവമേ, എന്തെങ്കിലുമൊക്കെ നാം കാണാതെ പഠിച്ച് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവിന് ജീവനുള്ള യാഗമായി അർപ്പിക്കണം. അത് വിശുദ്ധിയുള്ള ആരാധനയായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായിരിക്കണം. എന്താണത്? ഈ ശരീരം എൻ്റെ ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ സ്തോത്രം. 1 കൊരിന്ത്യർ 16 അധ്യായത്തിൽ നിന്ന് വായിക്കും പ്രിയപ്പെട്ടവർ, 3:16 വായിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന് ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എൻ്റെ ദൈവമേ, ഈ ആലയത്തെ മലിനമാക്കാൻ ദൈവത്തിന് വേദനാകരമാണെന്ന് കേട്ടോ. നിങ്ങൾ ഓർത്തുകൊള്ളണം, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ഈ ആത്മാവും പൂർണ്ണമായി എൻ്റെ കർത്താവിന് കീഴ്പ്പെടുത്തണം. മനസ്സ് പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവത്തിന് നാം കീഴ്പ്പെടുത്തണം. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുത്തണം. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനൊക്കെയില്ല. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതറിഞ്ഞ് ജീവിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് വരണം പ്രിയപ്പെട്ടവരെ. നല്ല മനസ്സാക്ഷി, അതാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരു മാനസാന്തരം വരട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു പുതിയ മനസ്സ് വരട്ടെ പ്രിയപ്പെട്ടവർ. ഒരു പുതിയ ഹൃദയം നമുക്ക് കർത്താവ് തരട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ നിമിഷം പ്രിയപ്പെട്ടവർ, യേശു തരാനാണ് നമ്മോട് സംസാരിക്കുന്നത്. അവൻ നമുക്ക് സാധ്യമാക്കി തരാനാണ് ഈ വചനങ്ങളെ യേശു നമ്മോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ബലഹീന മനുഷ്യനെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊള്ളൂ. നിസ്സാരനായ പാവിയും ദോഷിയുമായ അടിയനെ മാറ്റി നിർത്തിക്കൊള്ളൂ. എൻ്റെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ, തിരുരക്തം ഊറ്റി തന്നവൻ, ജീവൻ നിനക്ക് വേണ്ടി ക്രൂസിൽ അർപ്പിച്ചവൻ, അവന് അതേ ഒരു ആഗ്രഹമേ ഉള്ളൂ. നിന്നെ വിശുദ്ധീകരിച്ച് അവനെ നിന്റെ സന്നിധിയിലേക്ക് കൈക്കൊണ്ട് നിത്യരാജ്യത്തിൻ്റെ നിത്യജീവൻ്റെ അവകാശിയായി, നിത്യസ്വർഗത്തിൻ്റെ അവകാശിയായി അവൻ രണ്ടാമത് വരുമ്പോൾ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരോടുകൂടെ നിന്നെയും കാണപ്പെടണം. അത് മാത്രമാണ് എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹവും എൻ്റെ ദൈവത്തിൻ്റെ കൊതിയും. ആ മനസ്സാണ് നാം പൊഴിച്ചു തരുന്നത്. പ്രിയരെ, ആരെല്ലാം സ്വീകരിക്കുന്നുണ്ട്? യേശു നമ്മെ സ്വീകരിക്കാനിതാ ഇരുകരോ നീട്ടി വരികയാണ്. എന്നാൽ നാം മനസ്സ് വയ്ക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സ് തുറക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം തുറക്കുന്നുണ്ടോ? യേശു നിന്റെ നേരെ നോക്കി അവരോട് നോക്കുന്നു. മോനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. മോനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ രക്തമല്ലേ നിന്നെ വീണ്ടെടുത്തത്? നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ഹൃദയം എനിക്ക് തരിക. അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. യേശു നഗരങ്ങളിലേക്ക് ജീവിതം വ്യവസ്ഥ കൂടാതെ ഏൽപ്പിച്ചു കൊടുക്കാം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അതിന് കൃപ തരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.